ഓരോ കേരളീയൻ്റെയും സ്വകാര്യ അഹങ്കാരമാണ് ചേന്ദമംഗലം എന്ന വാക്ക്. ചിലർക്ക് കൈത്തറിയാകാം, മറ്റു ചിലർക്ക് പാലിയത്തച്ഛൻ്റെ കൊട്ടാരമാകാം, ഇനിയും ചിലർക്ക് മാറ്റച്ചന്തയുടെ സാന്നിധ്യമാകാം. എന്നാലിന്ന് എല്ലാവരും ഒരുമയോടെ താലോലിക്കുന്ന ചേക്കുട്ടിപ്പാവകളുടെ നാടായി ചേന്ദമംഗലം മാറിയിരിക്കുകയാണ്. 2018 ആഗസ്റ്റിലെ പ്രളയമാണ് ചേക്കുട്ടിപ്പാവകളെ നമുക്ക് സമ്മാനിച്ചത്. മലയാളികളുടെ ഒത്തൊരുമയ്ക്ക് കടലമ്മയുടെ മക്കളുടെ അലത്താളം കൂടിച്ചേർന്നപ്പോൾ ചേന്ദമംഗലത്തിന് പറയാനുള്ളത് കോട്ടങ്ങൾ നേട്ടങ്ങളായി മാറിയ കഥകൾ മാത്രം. ചേന്ദമംഗലം പഞ്ചായത്തിന് കീഴിലുള്ള ഒരേയൊരു ഗവൺമെൻറ് UP സ്കൂളിലേക്ക് നമുക്കൊന്ന് പോകാം. ചേന്ദമംഗലം ഗ്രാമത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായിരുന്ന വടക്കുംപുറം പഴയകാലത്തെ ഒരു സാംസ്കാരിക നിലയം തന്നെയായിരുന്നു. കാർഷിക സംസ്കാരത്തിലൂന്നിയ കച്ചവട സ്ഥാപനങ്ങൾ, ഗ്രാമീണ കോടതി, വൈദ്യശാലകൾ, കയർ വ്യവസായങ്ങൾ എന്നിവ കൊണ്ട് സമ്പന്നമായിരുന്നു വടക്കുംപുറം ഗ്രാമം. ആയുർവേദത്തിൻ്റെ നന്മകൾ തിരിച്ചറിഞ്ഞ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഒഴുകിയെത്തിയിരുന്ന ഈ പ്രദേശം മുൻകാലങ്ങളിൽ വൈദ്യശാല എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. നിരവധി സാമൂഹിക പരിഷ്കരണങ്ങൾക്കും ജാതിവിരുദ്ധ പോരാട്ടങ്ങൾക്കും സ്വതന്ത്ര സമര സത്യാഗ്രഹങ്ങൾക്കും നേതൃത്വം നൽകുവാനും അതിന് പിന്തുണയേകുവാനും വടക്കുംപുറം നിവാസികൾക്ക് സാധിച്ചിട്ടുണ്ട്. സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ തുടങ്ങിവെച്ച ലോകശ്രദ്ധയാകർഷിച്ച മിശ്രഭോജനത്തിന് സർവ്വപിന്തുണയുമായി എത്തിയവരിൽ ഭൂരിഭാഗവും വടക്കുംപുറം നിവാസികളായിരുന്നു. ശ്രീനാരായണ ഗുരു വടക്കുംപുറം ഗ്രാമത്തിലെത്തിച്ചേർന്നപ്പോൾ തങ്ങൾക്കായി ഒരു ക്ഷേത്രം പണിതു തരണമെന്ന് ദേശവാസികൾ അഭ്യർത്ഥിച്ചു. എന്നാൽ വിദ്യ കൊണ്ടല്ലാതെ പ്രബുദ്ധതയാർന്ന ഒരു സമൂഹ സൃഷ്ടി അസാധ്യമെന്നറിഞ്ഞ ആ മഹാഗുരു സാമൂഹിക പ്രതിബദ്ധതയുള്ള പുത്തൻ തലമുറയെ സൃഷ്ടിക്കുന്നതിന് ഒരു സരസ്വതി ക്ഷേത്രമാണ് വേണ്ടതെന്നും അതിനായി പ്രവർത്തിക്കുവാനും ആവശ്യപ്പെട്ടു. ആ ആഹ്വാനത്തിന് വടക്കുംപുറം നിവാസികൾ നിസ്വാർത്ഥമായി പ്രതികരിച്ചതിൻ്റെ അനന്തരഫലമാണ് ഈ വിദ്യാലയം. സംസ്കൃത പണ്ഡിതനും സാമൂഹിക പരിഷ്കർത്താവുമായ കേളപ്പനാശാൻ്റെ നൂതന സ്വപ്നങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും സാക്ഷാത്കാരമാണ് 1910 സ്ഥാപിതമായ ഈ സരസ്വതി ക്ഷേത്രം. ചേന്ദമംഗലം പഞ്ചായത്തിലെ ഒരേയൊരു ഗവൺമെൻറ് UP സ്കൂളുമാണ്. സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ VK സന്തോഷ് മാസ്റ്റർ തുടർച്ചയായി 7ാമത്തെ വർഷമാണ് സ്കൂളിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. 1910 വടക്കുംപുറത്തുകാരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി വടക്കുംപുറം ഈഴവോദയ സംഘത്താൽ തുടങ്ങപ്പെട്ട ഒരു വിദ്യാലയമാണ് ഗവൺമെന്റ് UP സ്കൂൾ ചേന്ദമംഗലം. ഒട്ടേറെ ഉയർച്ച താഴ്ചകൾ നേരിട്ട ഒരു വിദ്യാലയമാണിത്. വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക സൗകര്യങ്ങളും ഇന്ന് ഏറ്റവും ആധുനിക രീതിയിൽ നമുക്ക് സജ്ജീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2018 ഓഗസ്റ്റ് മാസമുണ്ടായ മഹാപ്രളയത്തിൽ നാം ചൊല്ലിക്കൂട്ടി വെച്ചിരുന്ന വിദ്യാലയത്തിന്റെ എല്ലാ സൗകര്യങ്ങളും തിരിച്ചു പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പ്രളയത്തിന് ശേഷം വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും നമുക്ക് ലഭിച്ച സഹായങ്ങൾ, ആ സഹായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാം നമ്മുടെ വിദ്യാലയത്തെ ഇന്ന് ഏറ്റവും ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുകയാണ്. നമുക്ക് തോന്നുന്നു പറവൂർ സബ് ജില്ലയിൽ തന്നെ ഏറ്റവും സൗകര്യങ്ങളുള്ള ഒരു ഹൈടെക് വിദ്യാലയമായി നമ്മുടെ വിദ്യാലയത്തെ മാറ്റുന്നതിന് സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത് പഞ്ചായത്തിന്റെ സഹകരണമുണ്ട്, നമ്മുടെ വടക്കുംപുറത്തുള്ള വിവിധ സംഘടനകളുടെ സഹായമുണ്ട്, വിദേശത്തുള്ള ഒരുപാട് സന്നദ്ധ സംഘടനകളുടെ സഹായമുണ്ട്. ഈ സഹായങ്ങളെല്ലാം ചൊരിക്കൂട്ടിക്കൊണ്ടാണ് നമ്മളിന്ന് ഈ മികച്ച വിദ്യാലയമായി നമ്മുടെ വിദ്യാലയത്തെ മാറ്റിയിട്ടുള്ളത്. ഇനി ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ വരും വർഷം 1 കോടി രൂപയുടെ ഒരു പുതിയ കെട്ടിടം വരാൻ പോവുകയാണ്. അതുകൂടി വരുമ്പോൾ പറവൂർ സബ് ജില്ലയിൽ തന്നെയല്ല, എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയമായി നമ്മുടെ വടക്കുംപുറം ഗവൺമെന്റ് UP സ്കൂൾ മാറുന്നു. അത് ഭൗതിക സാഹചര്യത്തിൽ മാത്രമല്ല, അക്കാദമിക സൗകര്യങ്ങളിലും അക്കാദമിക മികവിലും നമ്മുടെ വിദ്യാലയം മേൽക്കുമേൽ അഭിവൃദ്ധി നേടി വരികയാണ്. അതിനെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്ന അധ്യാപികമാരുടെ സഹായമുണ്ട്,
നമ്മുടെ നല്ല രീതിയിൽ സഹകരിച്ചു നമ്മളെ വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്ന നമ്മുടെ PTA സഹായമുണ്ട്. എല്ലാത്തിനും നേതൃത്വം വഹിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് നമ്മോടൊപ്പമുണ്ട്. ഈ സഹായങ്ങളെല്ലാം ചൊല്ലിക്കൂട്ടിക്കൊണ്ട് നമുക്ക് ഈ വിദ്യാലയത്തെ മേൽക്കുമേൽ ഉയർച്ചയുടെ പടവുകൾ കയറ്റാൻ ഒത്തൊരുമയോടെ പ്രവർത്തിക്കാം എന്ന് മാത്രം പറയുന്നു. 2018 ഓഗസ്റ്റ് ആദ്യവാരമുണ്ടായ പ്രളയത്തിൽ സ്കൂൾ പൂർണ്ണമായും ക്യാമ്പായാണ് ഉപയോഗിച്ചത്. പഞ്ചായത്ത് അധികാരികൾ ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം സ്കൂൾ ചെയ്തു കൊടുത്തു. ആദ്യ ക്യാമ്പിലായിരുന്നവർ ഇവിടുന്ന് പോയി അവരവരുടെ വീടുകൾ ശുചിയാക്കി കയറിയതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു ഓഗസ്റ്റ് 15. അന്ന് രാവിലെ തന്നെ സ്കൂൾ വീണ്ടും ക്യാമ്പായി മാറിയിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തിനെത്തേണ്ടിയിരുന്നവർ പലരും പലായനത്തിൻ്റെ പാതയിലായിരുന്നു. സ്കൂൾ അങ്കണത്തിൽ മുട്ടറ്റം വെള്ളത്തിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യദിന പതാക ഉയർത്തൽ നടത്തി എല്ലാവരും വേഗത്തിൽ തന്നെ പിരിഞ്ഞു. പിന്നീട് അങ്ങോട്ടുള്ള 5 ദിനങ്ങൾ കെടുതിയുടെയും പലായനങ്ങളുടെയും കൂട്ടക്കരച്ചിലുകളുടെയും കൈത്താങ്ങുകളുടെയും ദിനങ്ങളായിരുന്നു. സ്കൂളിലെ 100% കുട്ടികളും അധ്യാപകരും പ്രളയക്കെടുതിയിൽപ്പെട്ടു. പലരും ക്യാമ്പുകളിൽ നിന്ന് തിരിച്ചെത്താൻ ദിവസങ്ങൾ വേണ്ടിവന്നു. സ്കൂൾ വീണ്ടും ക്യാമ്പായി മാറിയിരുന്നു. ഓണാഘോഷ ദിനങ്ങൾ കടന്നുപോയതാരും തന്നെ അറിഞ്ഞില്ല. ആദ്യം എല്ലാവരും വീടിന് പ്രാധാന്യം കൊടുത്തു. ഇക്കാലയളവിൽ കേരളത്തിലെ പ്രളയം ബാധിച്ചവരും ബാധിക്കാത്തവരുമായ മക്കളുടെ ഉയർത്തെഴുന്നേൽപ്പ് വലിയൊരു മാതൃക തന്നെയായിരുന്നു. അന്യൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമാണെന്ന ബോധ്യത്തോടെയുള്ള പ്രതികരണങ്ങൾ ഞങ്ങളുടെ സ്കൂളിനെ രൂപത്തിലും ഭാവത്തിലും മാറ്റിമറിച്ചു. പ്രളയത്തിൽ എല്ലാം തന്നെ നശിച്ച അവസ്ഥയിലായിരുന്നു. എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വന്നു. ഓഗസ്റ്റ് 29-ാം തീയതിയാണ് പ്രളയവും ഓണാഘോഷവും കഴിഞ്ഞ് കുട്ടികൾ തിരികെ എത്തിയത്. അന്നു മുതൽ പല സ്ഥലങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും പലതരത്തിലുള്ള സഹായങ്ങളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു. ഞങ്ങളുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും നേട്ടങ്ങളും പ്രതികരണങ്ങളുമെല്ലാം പുതുതലമുറകളിലേക്ക് പകർന്നു നൽകാൻ ഞങ്ങൾ തയ്യാറാക്കി വച്ചിരുന്ന പത്രത്താളുകളുടെ ശേഖരണങ്ങളെല്ലാം 2018 പ്രളയത്തിൻ്റെ നഷ്ടങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. പുനർനവ 1, പുനർനവ 2 എന്ന പേരിൽ 2 ലക്കങ്ങളായാണ് അത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. വരും തലമുറ പൂർവികരുടെ ചരിത്രം അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടു തന്നെയാണ് പുനർനവ 3 എന്ന പേരിൽ ഞങ്ങളിങ്ങനെയൊരു ഡിജിറ്റൽ സംരംഭത്തിന് മുതിർന്നത്. 110 വയസ്സ് കഴിഞ്ഞ അക്ഷരമുത്തശ്ശിയുടെ ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പിന്നിൽ ഒത്തിരി പേരുടെ ആത്മാർത്ഥമായ ഇടപെടലുകൾ അക്കാദമിക തലത്തിലും ഭൗതിക തലത്തിലും ഉണ്ടായതിൻ്റെ തെളിവാണ് ഞങ്ങളുടെ സബ് ജില്ലാതല മത്സര നേട്ടങ്ങൾ. ഇക്കഴിഞ്ഞ 2018 ഡിസംബർ 8 ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃതജ്ഞതയുടെയും കൃതാർത്ഥതയുടെയും ദിനം തന്നെയായിരുന്നു. എല്ലാവരുടെയും സഹായത്താൽ ഉയർത്തെഴുന്നേൽക്കാൻ സാധിച്ച ഞങ്ങളുടെ പുനർസമർപ്പണത്തിൻ്റെ ദിനമായിരുന്നു അന്ന്. ജയശ്രീ ടീച്ചറിൻ്റെയും ഭർത്താവും കാർട്ടൂണിസ്റ്റുമായ ശ്രീ മുരളി കെ മുകുന്ദൻ്റെയും സ്വാധീനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് കിട്ടിയ ഒരു വരദാനമായിരുന്നു ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദീപാലയ എന്ന സംഘടനയുടെ ഇടപെടൽ. ഏകദേശം 15 ലക്ഷത്തിലധികം തുകയുടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രളയക്കെടുതിയിലേക്ക് അവർ നൽകിയത്. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ രചിച്ച ഒരു കവിതയുടെ സമർപ്പണം കൂടിയായിരുന്നു അന്നേ ദിവസം നിറവേറിയത്. ആഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ എത്തിച്ചേർന്നപ്പോൾ സ്കൂൾ മുറ്റം വെള്ളത്തിലും സ്കൂളിനകം ക്യാമ്പുമായി മാറിയതും ഞങ്ങളന്ന് അറിഞ്ഞു കഷ്ടം. സ്കൂൾ മുറ്റം വെള്ളത്തിലും സ്കൂളിനകം ക്യാമ്പുമായി മാറിയത് ഞങ്ങളന്ന് അറിഞ്ഞു കഷ്ടം. പതിനാറ് 17 18 19 തീയതികൾ ജലപ്രളയത്തിൽ നാളുകൾ. 16 17 18 19 തീയതികൾ ജലപ്രളയത്തിൽ നാളുകൾ. പലായനം അതിജീവനം പലായനം അതിജീവനം എന്നുള്ളത് ജീവിതത്തിൽ അറിഞ്ഞു ഞങ്ങൾ. പലായനം അതിജീവനം പലായനം അതിജീവനം എന്നുള്ളത് ജീവിതത്തിൽ അറിഞ്ഞു ഞങ്ങൾ. അന്നു മുതൽ കേട്ടു ഞങ്ങൾ അന്നു മുതൽ കണ്ടു ഞങ്ങൾ സഹായത്തിൻ പേരിലുള്ള കൈത്താങ്ങുകളും. അന്നു മുതൽ കേട്ടു ഞങ്ങൾ അന്നു മുതൽ കണ്ടു ഞങ്ങൾ സഹായത്തിൻ പേരിലുള്ള
ഹൃദയത്തിൻ ഭാഷ തന്നിൽ സ്നേഹത്തിന്റെ ഭാഷ തന്നിൽ നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചിടുന്നു. ഹൃദയത്തിൻ ഭാഷ തന്നെ സ്നേഹത്തിന്റെ ഭാഷ തന്നെ നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചിരുന്നു. ഓദിത്തിത്താരാദിത്യത്തെ ദിത്തേ നഗതേതേ ഓദിത്തിത്താരാദിത്യത്തെ ദിത്തേ നഗതേതേ ദീപാലയ ഞങ്ങളുടെ ഭാവിയുടെ വളർച്ചയ്ക്ക് ചെയ്ത നല്ല കാര്യങ്ങളെ സ്മരിച്ചിടുന്നു. ദീപാലയ ഞങ്ങളുടെ ഭാവിയുടെ വളർച്ചയ്ക്ക് ചെയ്ത നല്ല കാര്യങ്ങൾ സ്മരിച്ചിരുന്നു. ദീപാലയ ഞങ്ങളുടെ ഭാവിയുടെ വളർച്ചയ്ക്ക് ചെയ്ത നല്ല കാര്യങ്ങളെ സ്മരിച്ചിടുന്നു. ഓദിത്തിത്താരാദിത്യത്തെ ദിത്തേ നഗതേതേ പൂരപ്പിച്ചു ചുറ്റുമത് കെട്ടിത്തന്നു. സയൻസ് ലാബും ലൈബ്രറിയും ഒരുക്കി തന്നു. സ്റ്റേജ് ടൈൽസിൽ പൂർപ്പിച്ചു ചുറ്റുമതിൽ കെട്ടിത്തന്നു. സയൻസ് ലാബും ലൈബ്രറിയും ഒരുക്കി തന്നു. ക്ലാസ് റൂമെല്ലാം ഹൈടെക്കാക്കി ഐ.ടി. റൂമും സെറ്റ് ചെയ്തു. ചുമരെല്ലാം ചിത്രങ്ങളാൽ പൊടിയുമാക്കി. ക്ലാസ് റൂമെല്ലാം ഹൈടെക്കാക്കി ഐ.ടി. റൂമും സെറ്റ് ചെയ്തു. ചുമരെല്ലാം ചിത്രങ്ങളായി മുടിയുമാക്കി. സ്കൂൾ മൊത്തം വെയിലടിച്ചു. അറ്റകുറ്റപ്പണിക്കൊപ്പം പുതിയൊരു ടോയ്ലറ്റ് ബ്ലോക്കും ഞങ്ങൾക്കൊരുക്കി. സ്കൂൾ മൊത്തം പെയിന്റടിച്ചു. അറ്റകുറ്റപ്പണിക്കൊപ്പം പുതിയൊരു ടോയ്ലറ്റ് ബ്ലോക്കും ഞങ്ങൾക്കൊരുക്കി. ഓദിത്തിത്താരാദിത്യത്തെ ഇതിത്തെ ഇതകതേതേതോ ഓദിത്തിത്താരാദിത്യത്തെ ദിത്തേ നഗതേതേ ഇതിനെല്ലാം നന്ദിയായി ഹൃദയത്തിൻ ഭാഷയില ഞങ്ങളിത അർപ്പിക്കുന്നു കൈക്കുമ്പിളുകൾ. ഇതിനെല്ലാം നന്ദിയായി ഹൃദയത്തിൻ ഭാഷയിലായി ഞങ്ങളിത് അർപ്പിക്കുന്നു കൈക്കൊണ്ടിടുകൾ. നിങ്ങളുടെ കൈത്താങ്ങിനായി നിങ്ങളുടെ സ്നേഹത്തിനായി ഞങ്ങളിത സത്യം ചെയ്ത് പറഞ്ഞിടുന്നു. നിങ്ങളുടെ കൈതാങ്ങിയ നിങ്ങളുടെ സ്നേഹത്തിന് ഞങ്ങളിത് സത്യം ചെയ്ത് പറഞ്ഞിടുന്നു. നല്ലതിനെ ചിന്തിച്ചിടും, നല്ലതിനെ പ്രവർത്തിക്കും, നല്ലതിനായി നിലകൊണ്ടിടും. നല്ലതിനായി ചിന്തിച്ചിടും, നല്ലതിനായി പ്രവർത്തിക്കും, നല്ലതിനായി നിലകൊണ്ടിടും. ഓദിത്തിത്താരാദിത്യത്തെ ദിത്തേ നഗതേതേ ഓദിത്തിത്താരാദിത്യത്തെ ദിത്തേ നഗതേതേ ഓദിത്തിത്താരാദിത്യത്തെ ദിത്തേ നഗതേതേ ഓദിത്തിത്താരാദിത്യത്തെ ദിത്തേ നഗതേതേ 2018-19 അക്കാദമിക നേട്ടങ്ങൾ ഒരു ചെപ്പിലടക്കി പഠനോത്സവ വേദിയിൽ ഞങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ സാധിച്ചത് ഏവർക്കും സന്തോഷം നൽകി. പഠനോത്സവ ചെപ്പു തുറക്കുന്നേ ഉത്സവമായി പഠനോത്സവമായി പഞ്ചേന്ദ്രിയ വാതിൽ തുറക്കുന്നേ വിസ്മയമായി അതിവിസ്മയമായി കണ്ണും കാതും തുറന്നു വയ്ക്കൂ മൂക്കും നാക്കും തൊക്കിനൊപ്പം ഉണർന്നിരിക്കൂ നിങ്ങൾ ചെപ്പു തുറക്കൂ കണ്ണും കാതും തുറന്നു വയ്ക്കൂ മൂക്കും നാക്കും തൊക്കിനൊപ്പം ഉണർന്നിരിക്കൂ നിങ്ങൾ ചെപ്പു തുറക്കൂ പഠനോത്സവ ചെപ്പു തുറക്കുന്നേ ഉത്സവമായി പഠനോത്സവമായി പഞ്ചേന്ദ്രിയ വാതിൽ തുറക്കുന്നേ വിസ്മയമായി അതിവിസ്മയമായി ചെപ്പുകിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നു കാട്ടൂലേ ചെപ്പുകിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നു കാട്ടൂലേ നിങ്ങളതെന്താണയ്യ മണിപ്പൊന്മാല നിങ്ങളതെന്താണയ്യ കുഞ്ഞിപ്പൊരുമണി പൊന്മാല സാഹിത്യാദികളിൽ തിരുന്നൊരു ചെപ്പ് ചെപ്പ് വിശിഷ്ടമായൊരു ചെപ്പ് ചെപ്പ് വിളമ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കൂ ഞങ്ങളെ അനുഗ്രഹിക്കൂ ചെപ്പിനകത്തേരിരുന്നു വിളമ്പാൻ ഞങ്ങളെ ആശീർവദിക്കൂ ഞങ്ങളെ ആശീർവദിക്കൂ വിരുന്നൊരുക്കിയ ചെപ്പ് ചെപ്പ് വിശിഷ്ടമായൊരു ചെപ്പ് വിരുന്നൊരുക്കിയ ചെപ്പ് ചെപ്പ് വിശിഷ്ടമായൊരു ചെപ്പ്. ഭൗതിക നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം എടുത്തു പറയേണ്ട പേര് SMCയുടേത് തന്നെയാണ്.
ശ്രീ മനോജിൻ്റെയും ശ്രീ ശശിധരൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ എല്ലാ ഇടപെടലുകളും സ്കൂളിൻ്റെ ഭൗതിക തലത്തിൽ മാത്രമല്ല അക്കാദമിക തലത്തിലും പ്രകടമായിരുന്നു. സബ് ജില്ലാ കലോത്സവ വേദിയിൽ LP തലം 1ാം സ്ഥാനത്തേക്ക് ഉയർന്നത്, UP തലം ശാസ്ത്രോത്സവത്തിൽ സോഷ്യൽ സയൻസ് സ്റ്റിൽ മോഡൽ 2ാം സ്ഥാനത്ത് ഉൾപ്പെടെ മികച്ച പദവിയിലേക്ക് എത്തിയത് PTA ആത്മാർത്ഥമായ ഇടപെടലുകൾ തന്നെയാണ്. പ്രളയക്കെടുതിയിൽപ്പെട്ട സ്കൂളിൻ്റെ പുനരുദ്ധാനത്തിന് ആളുമർത്തവും കൊണ്ട് സഹായിക്കാൻ കെടുതി ഏറ്റുവാങ്ങിയ രക്ഷിതാക്കൾ മുന്നോട്ട് വന്നത് വരും തലമുറയ്ക്ക് ഒരു മാതൃക തന്നെയായിരുന്നു. നമ്മുടെ സ്കൂളിൻ്റെ പ്രളയത്തിന് മുന്നുള്ള കാര്യത്തിൽ പ്രളയം കഴിഞ്ഞതിന് ശേഷം PTA ഒരു വലിയ സഹായം ഈ സ്കൂളിനുണ്ടായിരുന്നു. പ്രളയത്തിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളിലും PTA ഇടപെട്ട് സ്കൂളിലെ ഹെഡ്മാസ്റ്റർ ടീച്ചർമാർക്കും ഒപ്പം തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടത് സ്കൂളിൻ്റെ ജൈവവൈവിധ്യോദ്യാനം തന്നെയാണ്. ഒരു കുട്ടിക്ക് ഒരു ചട്ടി എന്ന പദ്ധതിയിലൂടെ ജൈവവൈവിധ്യം വീട്ടിലും വിദ്യാലയത്തിലും നടപ്പിലാക്കിയിരിക്കുകയാണ്. അതിലൂടെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം പ്രകൃതിയിലിണങ്ങി ഇടപെട്ടുകൊണ്ട് തൻ്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും സ്വയമേ ഏറ്റെടുക്കാൻ പ്രാപ്തി നേടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക. ിലെ പ്രളയക്കെടുതിയിൽപ്പെട്ടവർക്ക് സഹായഹസ്തം നീട്ടാനും തന്നാൽ കഴിയുന്ന സഹായങ്ങൾ കാരുണ്യപ്പെട്ടിയിലൂടെ നൽകാനും ഇന്ന് വടക്കമ്പുറം സ്കൂൾ ഒന്നടങ്കം സന്നദ്ധരാണ്. ചുവടുകളിൽ ചുടുചോരനിറഞ്ഞു നടവഴിയിൽ നീരു പുരണ്ടു ചുവടുകളിൽ ചുടുചോരനിറഞ്ഞു നടവഴിയിൽ നീരു പുരണ്ടു വേരുകളച്ചു മുറിഞ്ഞ പ്രതീക്ഷകൾ ഒന്നൊഴിയാറുന്നു വേരുകളച്ചു മുറിഞ്ഞ പ്രതീക്ഷകൾ ഒന്നൊഴിയാറുന്നു സാഗരത്താൽ പൂക്കട്ടെ അത് സർഗവസന്തമൊരുക്കട്ടെ സാഗരത്താൽ പൂക്കട്ടെ അത് സർഗവസന്തമൊരുക്കട്ടെ അത് കതിർമണി പോലെ ചിരിക്കട്ടെ ലാലാ ലലലലലാ ലാലാ ലലലലലാ അതിജീവനമീ ജീവിതം അതിമതിരിലെന്നീ മാനവം ചിറകുകളൊരു മയിലൊരേ സ്വരത്തിൽ സൂര്യമുഖം തേടുന്നു ഞാൻ